ഹായ് ഗൈസ്, അപ്പൊ നമ്മള് നേരെ സ്റ്റേറ്റ് കൊച്ചി. ആദ്യമായിട്ടാണ് നമ്മൾ ഒരുമിച്ച് പോണത്. എന്തായി തീരുന്നറിയൂല. ഈ മൊണ്ണയിലൂടെയാണ് പോണത്. കേറിയപ്പോ നമുക്ക് സീറ്റ് കിട്ടിയില്ല. പിന്നെ കുറെ അങ്ങോട്ട് എന്നപ്പോഴാണ് നമുക്ക് സീറ്റ് കിട്ടിയതും പിന്നെ കുറച്ചു നേരം ഉറക്കമായി. അങ്ങനെ നമ്മളെ എറണാകുളത്ത് എത്തിയിരിക്കുന്ന നമ്മളെ ഇവിടെ കാത്ത് ചേട്ടൻ വരാന്ന് പറഞ്ഞിട്ട് നമ്മളെ ചതിച്ചിരിക്കുന്നു ഗൈസ്. ചേട്ടൻ ചേട്ടന്റെ പൊടി പോലും കാണാനില്ല. നോക്കാം. അങ്ങനെ നമ്മളിതാ മെട്രോ തിരക്കി പോവാണ്. ചേട്ടനാണെങ്കിൽ പറ്റിച്ച് നമ്മളാ. ഇനി നമ്മള് മെട്രോയിൽ കയറി അങ്ങോട്ട് ചെല്ലാനായിട്ട് പറഞ്ഞു. ഇനി നമ്മള് മെട്രോ അറിയത്തില്ല. അങ്ങനെ നമ്മള് മെട്രോ തിരക്കി നടക്കാണ് കേട്ടോ. അങ്ങനെ നമ്മള് ഏതോ ഒരു ബ്രിഡ്ജിന്റെ മണ്ടയിൽ വന്ന് നിൽക്കാണ്. ഈ പൊട്ടത്തിയാണ് എന്നെ വിളിച്ചോണ്ട് വന്നത്. വഴി അറിയത്തില്ല. മെട്രോയിൽ വന്നേക്കാം. മെട്രോയിൽ വന്നിട്ട് വീണ്ടും മണ്ടത്തരം കാണിച്ച് ഈ ടിക്കറ്റ് എടുത്ത് ഞാൻ തലയിരിച്ച് വെച്ച് നാണക്കേടായി. പിന്നെ ഒരു ചേട്ടനാണ് പറഞ്ഞു തന്നത്. ഗൈസ്, അങ്ങനെ നമ്മുടെ മെട്രോയിൽ ഇതാ വന്നേ. അങ്ങനെ നമ്മൾ മെട്രോയിൽ കയറി നേരെ പോകുന്നത് കടവന്ത്രയാണ്. ഗൈസ്, അങ്ങനെ നമ്മളെ പറ്റിച്ച വ്യക്തിത്വം എന്താ നിൽക്കും. ഇപ്പോഴേക്ക് വൈകുന്നേരം ആയിരുന്നു, നല്ല വിശപ്പുമായി. അപ്പൊ ചേട്ടനാണെങ്കിൽ പറയുന്ന ഒരു സ്ഥിരം സ്പോട്ട് ഉണ്ട്. അപ്പൊ വിചാരിച്ച അവിടെ പോയി വല്ലതും കഴിക്കാന്ന്. അപ്പൊ കടവന്ത്രയുള്ള നമ്മുടെ സോഷ്യൽ കിച്ചണിലാണ് നമ്മൾ പോയത്. സംഭവം ഇതൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു കടയാണ് കേട്ടോ. ഇവിടുന്ന് കഴിച്ചപ്പോ തന്നെ വയറ് ഫുള്ളായി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ചേട്ടന്റെ ഹോസ്റ്റലിലോട്ടാണ് പോയത്. ഏതോ കൊച്ചിയിലെ ഒരു പിന്നെ ഊട് വഴിക്കടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. നമ്മള് മെട്രോയിലെങ്ങാണ്ടാ പോണതെന്നൊക്കെ പറയുന്ന നമ്മുടെ ഊട് വഴിക്കടെ ട്രിപ്പിൾ അടിച്ച് ഇങ്ങനെ പോവാണ്. പോലീസ് പിടിച്ചില്ലെങ്കിൽ ഭാഗ്യം. അപ്പൊ ഓക്കെ, ബൈ. ഇതാണ് എന്റെ ചേട്ടൻ നിൽക്കുന്ന ഹോസ്റ്റൽ. ഇതാണ്ട് വലിയ ഹോസ്റ്റലാ. അകത്ത് കയറാൻ പറ്റൂല. നമ്മളിതാ ഇപ്പൊ ഏതോ ഒരു ഊട് വഴിക്കടെ നടക്കുവാണ്. ഏത് ഊട് വഴിയാണ് എന്തോ. എന്തിനാ ലേഡീസ് ലോഡ്ജൊക്കെ ഉണ്ടെന്ന് പറയുന്ന നമ്മുടെ തിരുവനന്തപുരം ഒക്കെ പോലെ ഉണ്ടല്ലേ. ഏകദേശം തിരുവനന്തപുരം ഒക്കെ പോലെ ഉണ്ട്. നമ്മൾ എപ്പോഴാണ് എന്തോ പോലീസ് പിടിക്കുന്ന 3 ട്രിപ്പിൾ അടിച്ച് പോയത് വേറെ. ആദ്യം 2 അജ്ഞാത യുവതികളായിരുന്നു. ഇപ്പൊ 3 അജ്ഞാത യുവാക്കൾ തീരാപ്പാട് കൊച്ചും മുഴുവൻ ഇങ്ങനെ നടക്കുകയാണെന്നുള്ള വിവരം പോലീസിന് കിട്ടി. എപ്പോൾ വേണമെങ്കിലും നമ്മളെ പോലീസ് പിടിക്കാം. അപ്പോൾ ഓക്കെ, നമ്മളിനി മെട്രോയിലോട്ട് കയറാൻ പോവാം. എന്തിനാണ് എന്താ വീണ്ടും ഊട് വഴിയൊക്കെയാണ് പോടുന്നുണ്ട് ഗൈസ്. നല്ല ഊട് വഴി ഇവിടെ ഊട് വഴി തന്നെ ഊട് വഴി. ഓക്കെ, ബൈ. ഇങ്ങനെ കുറേ വീടുകൾ ഇവിടെ ഇങ്ങനെ അനാഥമായിട്ട് കിടക്കുന്നുണ്ട്. എന്തിനാണ് എന്തോ ഇങ്ങനെ വീട് കളഞ്ഞേക്കുന്നത്. ഗൈസ്, അറ്റ് ലാസ്റ്റ് നമ്മൾ വീണ്ടും മെട്രോയിൽ വന്നേക്കുക. മെട്രോയിൽ വന്ന് വീണ്ടും മണ്ടത്തരം കാണിച്ച് നാണം കെട്ടതാ മെട്രോയിൽ കയറാൻ. അടുത്ത നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നേരെ മറൈൻ ഡ്രൈവിലോട്ട് പോകാനാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ സുഭാഷ് പാർക്കിലാണ് പോയത്. ഗൈസ്, ഇതാണ് സുഭാഷ് പാർക്ക്. നമ്മുടെ ട്രിവാൻഡ്രത്ത് കനകക്കുന്ന് ആസുവൊക്കെ ഉണ്ടല്ലോ, ഏകദേശം അതേ കണക്കൊക്കെ ഉണ്ടല്ലേ. പക്ഷെ സംഭവം കൊള്ളാം. ഇവിടെയൊക്കെ കുറേ സ്ഥലമുണ്ട്. ഇവിടെയൊക്കെ കുറെ വഴി നിറച്ച് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ചേട്ടൻ പറയുന്ന സാധാരണക്കാൾ ആള് കുറവാണ്. ഇവിടെ ഇതെന്തോ ലേക്കാ ഗോപിക. ഇതാണ് സുഭാഷ് പാർക്കിന്റെ അകത്തുള്ള ലേക്ക്. ഇനി വേറെ വല്ല പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. വേമ്പനാട്ട് കയ്യിൽ ഇതൊക്കെ പൊട്ടി പറയുന്ന നല്ല പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. കണ്ട ആൾക്കാരൊക്കെ വന്ന് ഇരിപ്പുണ്ട്. നല്ല സ്ഥലം. എന്തോ ഐലൻഡ്, വെല്ലിംഗ്ടൺ ഐലൻഡിൽ. വെല്ലിംഗ്ടൺ ഐലൻഡ് കൊള്ളാം, നല്ല സ്ഥലമായിട്ടുണ്ട്. ഇതാണ് മറൈൻ ഡ്രൈവ്. ഇവിടെ എന്നും ഭയങ്കര ആളാണെന്നാ പറഞ്ഞത്. ഇന്ന് ആളെ ഇല്ല. എന്തുകൊണ്ട്? ഈ ഗോപിക വന്നോണ്ട്. നോക്കൂ, ആദ്യമായിട്ടാണ് ഗൈസ് ഞാൻ കൊച്ചിയിൽ വരുന്നത്. പിന്നെ ഞാൻ ന്യൂ ഇയറിനാണ് കേട്ടോ ഇവിടെ വന്നത്. പിന്നെ സമയത്തിന്റെ കുറവുകൊണ്ട് വീഡിയോ ഇടാനായിട്ട് ലാഗ്. നല്ലൊരു പ്ലേസ് ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ട്. നൈറ്റ് ഒക്കെ വരാനായിട്ട് നല്ലതാണ്. ക്രിസ്മസ് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ഫുള്ള് ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് ക്ഷീണിച്ച് ചായ കുടിക്കാനായിട്ട് ഒരു കടയിൽ കയറി. നല്ല ചായ കേട്ടാ, ഒരു വലിയ ഗ്ലാസ്സിലൊക്കെ തന്ന് വലിയ ചായ ഇരിക്കുക. ഇതാണ് കട. അങ്ങനെ നമ്മൾ മറൈൻ ഡ്രൈവ് ഫുള്ള് നടന്ന്
പിന്നെ ബ്രോഡ്വേയിൽ എന്തൊക്കെയോ ഉണ്ടെന്നും പറഞ്ഞ് കയറിയിട്ട് അവിടെ ഒന്നും ഒരു തേങ്ങയും ഇല്ലായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി ഇപ്പൊ ദാ ഒരു വിജനമായ വഴിക്കടെ നമ്മള് തിരിച്ചു പോവാ. അപ്പൊ ഫുഡ് കഴിക്കാനും കൂടെ പോണത്, പക്ഷെ വയറ്റിൽ സ്ഥലമില്ല. ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞ് ഇവര് എന്തൊക്കെയോ ചെല്ലുമ്പോട്ട് ഇരുന്ന് പറയുന്നുണ്ട്. ഗൈസ് ഇനി നടന്ന് എനർജി കുറഞ്ഞപ്പോഴേക്ക് കയറി ഒരു ചായ കുടിച്ച് ഇപ്പൊ ഇച്ചിരിയും കൂടെ എനർജി ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിനി ഫുഡ് കഴിച്ചിട്ട് എവിടെയെങ്കിലും സ്റ്റേ ആയി പോണം. അപ്പോഴേക്ക് അത്രയുള്ളൂ. ബൈ 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 ഗൈസ്. കൊച്ചി എക്സ്പ്ലോർ ചെയ്യണമെന്ന് വെച്ചിട്ട് ഇത്രയും അങ്ങ് വിചാരിച്ചില്ല. കറങ്ങി തിരിഞ്ഞ് എന്തിനായാലും ഇതൊരു അമ്പലത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ ഗൈസ് കൊച്ചിയിൽ അമ്പലം ആരും കണ്ടിട്ടില്ലെന്ന് വിചാരിക്കുന്നു. വേണ്ട ഗൈസ്, കൊച്ചിയിലെ അമ്പലമാണിത്. ഏത് അമ്പലമാണെന്നൊന്നും അറിഞ്ഞൂടാ. കൊച്ചി അങ്ങനെ നമ്മളെ കൊച്ചിയിലെ അമ്പലത്തിൽ വന്ന് ഗൈസ് ഒരു എന്തിനാണ് മറ്റേ സാധനം ആരായിരുന്നു ഭക്ത ഒരു ഞാൻ നിൽക്കുന്നത്. എവിടെ ചെന്നാലും അമ്പലം മസ്റ്റ് ആയിട്ടുള്ള ഗേളാണിത്. അപ്പം ഗൈസ് നമ്മളിതാ ഏതോ വഴിയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം അവസാനം അങ്ങ് ചെല്ലേണ്ടടുത്ത് എത്തിയാൽ മതിയായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മളെ തിരിച്ച് നടന്നതാ തിരിച്ച് മെട്രോയിൽ കയറാൻ വന്നിട്ടുണ്ട്. നടന്ന് ഊപ്പാട് വന്നു. ഇനി നമ്മൾ നേരെ എങ്ങോട്ടാ പോണേ? കടവന്ത്ര പോവാ. അവിടെ ചെന്നിട്ട് ലോഡ്ജിലെല്ലാം പോകണം. ഫുഡ് കഴിക്കണം. ഫസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് ലോഡ്ജിൽ പോകണം. ഊപ്പാട് വന്ന് എക്സ്പ്ലോർ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു എക്സ്പ്ലോർ ആയിപ്പോയി. വീട്ടിലെല്ലാം കിടന്നറിയത് ഗൈസ്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയ വഴിക്കട തിരിച്ചു വരുവാണ്. എന്നിട്ട് നമ്മൾ ചേട്ടന് ഹോസ്റ്റലിൽ പോയിട്ട് ബാഗ് എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ പോകും. ഇവിടെ 2 പരട്ടകൾ കണ്ട വീടുകളിൽ തെണ്ടാൻ നോക്കുക. സ്ഥലം തരുമോന്ന്. ശരിയാ, ഇനി അതിനും കൂടെ പൈസ കൊടുക്കണ്ടേ? എവിടെയെങ്കിലും ഇച്ചിരി അഭയം കിട്ടിയെങ്കിൽ കിടക്കാൻ. അയ്യോ ഗൈസ്, ഇരുട്ടാണ് ഗൈസ് ഇവിടെ മൊത്തം. നമ്മളിതാ അങ്ങനെ മെയിൻ റോഡ് എത്തി ഗൈസ്. അങ്ങനെ എത്തി ഗൈസ്. നമ്മൾ സക്സസ്ഫുൾ. നോക്കൂ, വിജനമായി കിടക്കുന്ന വഴികൾ. എന്ത് രസമാണല്ലേ ഇതൊക്കെ കാണാൻ. ഈ നൈറ്റ് എക്സ്പ്ലോർ ചെയ്യണം ഗൈസ്. നിങ്ങൾ ഗേൾസ് എല്ലാവരും നൈറ്റ് എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. നമ്മുടെ വീട്ടുകാർ ഒരു ടിപ്പിക്കൽ എന്തിനാണ് മലയാളി ഫാമിലിയാണ്, പക്ഷെ നമ്മൾ പുറത്ത് വിട്ടു. ഓക്കെ ഗൈസ്, ബൈ. നമ്മളങ്ങനെ ഹോസ്റ്റലിൽ കുറേ നേരം വന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ എവിടെ പോകണം? ഫുഡ് കഴിക്കാൻ പോയിട്ട് നമ്മൾ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോഴേക്ക് രാത്രി 10 മണിയോളം ആയി. അപ്പോഴേക്ക് നല്ല വിശപ്പുമായി. നമ്മൾ ഇവിടെയാണ് ഫുഡ് കഴിക്കാൻ വന്നത്. ഉപ്പും മുളകും. വയറ് നിറഞ്ഞ് എൻ്റെ വയറിപ്പോൾ പൊട്ടും ഗൈസ്. ഒരു ഏലിയൻ നമ്മൾ ഫ്രൈഡ് റൈസും കോഫിയും ഒക്കെ കഴിച്ചത്. വയറ് നിറഞ്ഞു ഗൈസ്. നമ്മൾ ലോഡ്ജ് തിരക്കി പോകാൻ. നൈറ്റ് സ്റ്റേ ചെയ്യാനായിട്ട് ഞാനും ചേച്ചിയും കൂടെ ഷീ ലോഡ്ജിലാണ് റൂം എടുത്തത്. ഗൈസ് അങ്ങനെ നമ്മൾ ഷീ ലോഡ്ജിൽ വന്ന് റൂം എടുത്ത്. അപ്പോഴേക്ക് നമ്മൾ നേരത്തെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്ക് അവർ പറഞ്ഞ് റൂമില്ലെന്നാ. പിന്നെ ഡോമെട്രി തരാമെന്ന് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് ആൻറ്റി പറഞ്ഞ് ഒരു താഴെ ഒരു റൂമുണ്ട്, ആ റൂം വരാം. അങ്ങനെ നമുക്ക് ഈ ഒരു റൂമിന് 350 രൂപയാണ്. പിന്നെ ഡോമെട്രിക്ക് ഒരാൾക്ക് 100 സംതിങ് എങ്ങാണ്ടേ ഉള്ളായിരുന്നു. നല്ല നൈസ് റൂമാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണിപ്പം റൂം. 2 ബെഡുണ്ട്. 2 ബെഡ് പ്ലസ് ഇപ്പം 2 ചെയർ, പിന്നെ ഒരു അലമാരയുണ്ട്, പിന്നെ ഒരു ടേബിളുണ്ട്, പിന്നെ 3 ലൈറ്റ്, ഒരു 2 ട്യൂബും 2 ട്യൂബുണ്ട് കേട്ടോ. 2 ട്യൂബ് പ്ലസ് അല്ലാത്തൊരു ബൾബ്, പിന്നെ ഒരു ഫാൻ. പിന്നെ നമ്മുടെ മെയിനായിട്ട് ബാത്റൂം അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാത്റൂമൊക്കെയാണ് ഗൈസ്. അറിയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഗവൺമെന്റിന്റെ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ അത്രത്തോളം സെക്യൂർ ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നു. പിന്നെ ഒരു പില്ലോയെ തന്നിട്ടുണ്ട് കേട്ടോ. ഒരു പില്ലേ ഉള്ളെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ഷീറ്റൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഷീറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ക്യാമറയൊന്നും കാണൂലെന്ന് വിചാരിക്കുന്നേ, കാണത്തില്ലായിരിക്കും.
കാരണം ഗവൺമെന്റിന്റെ ഒക്കെ ഇല്ലേ. അപ്പം അത്യാവശ്യം സെക്യൂറാണ്, അതേപോലെ അഫോർഡബിളും ആണ് കേട്ടോ. വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല. കൊള്ളാം, നല്ല റൂം, അത്യാവശ്യം കൊള്ളാവുന്ന റൂം. ബൈ, ഗുഡ് നൈറ്റ്, സീ ഡ്രീംസ്, ബൈ.